2022 സെപ്റ്റംബറിലാണ് പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര സർക്കാർ നിരോധിക്കുന്നത്. തുടർന്ന് സംഘടനയുടെ മുൻനിര നേതാക്കളെല്ലാം അറസ്റ്റിലാകുകയും ശേഷം അവശേഷിക്കുന്ന രണ്ടാം നിര നേതാക്കന്മാർ ഏതാനും മാസങ്ങൾക്കുള്ളിൽ പ്രവർത്തന ശൈലി പുതിയ രീതിയിൽ മാറ്റുകയും ചെയ്തു എന്നത് ഏവർക്കും അറിവുള്ള കാര്യമാണ്. യോഗ ക്ലാസുകൾ, സേവന പ്രവർത്തനങ്ങൾ തുടങ്ങി സാധാരണ ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെല്ലാവുന്ന പ്രത്യക്ഷ രൂപത്തിലുള്ള പല പ്രവർത്തനങ്ങൾ അവർ ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ പരോക്ഷമായി അവർ കൂടുതൽ ശ്രദ്ധ നൽകിയത് ക്ഷേത്രങ്ങളെ വിവാദത്തിൽ നിർത്തുക എന്നതിലായിരുന്നു. ജസ്ന സലീം എന്ന കണ്ണന്റെ പടംവരക്കാരിയുടെ പ്രവർത്തനങ്ങൾ ഏവർക്കും അറിവുള്ളതാണല്ലോ. അതിനേക്കാൾ അപകടം പിടിച്ച സംഭവമാണ് തന്ത്രിമാരെ നിരന്തരമായി എതിർചേരിയിൽ നിർത്തിക്കൊണ്ട് ഹിന്ദു സമൂഹത്തിൽ സൃഷ്ടിക്കാവുന്ന ആഭ്യന്തരവും ആത്മീയവുമായ അരാജകത്വം എന്നത്. 2022 സെപ്റ്റംബറിൽ സംഘടനയെ നിരോധിച്ചു എങ്കിലും ഏതാനും മാസങ്ങൾ അവരുടെ പ്രവർത്തനം നിശ്ചലമായിരുന്നു. അതിനുശേഷം 2023 ആരംഭത്തിലാണ് പുതിയ പ്രവർത്തന ശൈലിയുമായി ഇവർ വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഗുരുവായൂർ തന്ത്രി വിവാദം, കൂടൽമാണിക്യം തന്ത്രി വിവാദം, തിരുവല്ല തന്ത്രി വിവാദം എന്നിവയാണ് പ്രത്യക്ഷത്തിൽ വെളിവാക്കപ്പെട്ട സംഭവമെങ്കിലും ഇനിയും ധാരാളം വിഷയങ്ങൾ തന്ത്രിയുമായി ബന്ധപ്പെട്ടവ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഗുരുവായൂരിൽ ഈയിടെയും അത് സംഭവിച്ചു. ഇനി ഈ വിവാദങ്ങളുടെ എല്ലാം വർഷം പരിശോധിക്കാം. ഈ വിവാദങ്ങളുടെ എല്ലാം തുടക്കം എന്ന് പറയുന്നത് 2023 ആരംഭിച്ചതിന് ശേഷമാണ് എന്നതാണ്. ഗുരുവായൂർ ഏകാദശി പൂജയുമായി തന്ത്രി വിവാദം കോടതിയിലെത്തുന്നത് 2023 ജസ്ന സലീം എന്ന വിവാദ പടംവരക്കാരി തന്ത്രിയുടെ മുറിക്കുള്ളിൽ എത്തി എന്നതും നമ്മൾ ഓർക്കേണ്ടത് ഏകദേശം ഈ ഒരു ടൈമിൽ തന്നെയാണ്. തന്ത്രി താമസിച്ചിരുന്നത് ജിഹാദികളുടെ ഫ്ളാറ്റിലാണ് എന്ന ചില വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതും ഈ 2023 കാലഘട്ടത്തിലായിരുന്നു. കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ കഴകം സംബന്ധമായ ജോലിയുടെ വിവാദം ആരംഭിക്കുന്നതും 2023 ഡിസംബറിലാണ്. അതായത് ജോലിക്കായുള്ള പ്രവേശന പരീക്ഷയുടെ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത് 2023 എന്ന് ഓർക്കണം. തുടർന്ന് 2025 റാങ്ക് ഹോൾഡർ ഈ ജോലിക്കായി പ്രവേശിക്കുകയും കാരായ്മ PSC വിവാദം ഉയരുകയും തുടർന്ന് തന്ത്രി വ്യക്തവും കൃത്യവുമായ അഭിപ്രായം രേഖപ്പെടുത്തുകയും മാധ്യമങ്ങൾ അത് വിവാദമാക്കുകയും ഒരു ഭാഗത്ത് തന്ത്രിയും മറുഭാഗത്ത് ചില സമുദായ സംഘടനകളും അണിനിരക്കുകയും ചെയ്യുന്നു. 2023 കൃത്യമായ ആസൂത്രണങ്ങളാണ് ഇവിടെയെല്ലാം നടന്നത്. ഇനി തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിലെ സംഭവം നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെയും വിവാദങ്ങളുടെ ആരംഭം 2023 മുതൽ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. നൂറ്റാണ്ടുകളായി ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന 8 ദിവസത്തെ ആ ഉത്സവ ബലി അടക്കം പല ആചാരങ്ങളും മാറ്റണമെന്ന വിവാദ പ്രസ്താവനകൾ ആരംഭിച്ചത് 2023 തന്നെയാണ്. തുടർന്ന് 2024 ആരംഭത്തിൽ നടന്ന ഉത്സവം 8 ഉത്സവ ബലി എന്നത് 4 ആക്കി മാറ്റി. 2025 അത് വീണ്ടും 2 ആക്കി കുറച്ചു. ഇവിടെയും തന്ത്രിയും കൂട്ടരും ഭാഗത്തും മറുവശത്ത് ഭക്തജനങ്ങളുമാണ് അണിനിരുന്നത്. ഇപ്പോഴും വിവാദത്തിന് പൂർണ്ണ പരിഹാരം എന്നൊന്നും ആയിട്ടില്ല. കൂടൽമാണിക്യ ക്ഷേത്ര വിവാദം മാത്രം ചിലരുടെ ആസൂത്രണങ്ങൾക്കനുസരിച്ച് നീങ്ങിയില്ല എന്നത് നമുക്ക് പറയുകയും വേണം. അത് ജനങ്ങൾ സത്യം മനസ്സിലാക്കിയത് മൂലമാണ്. PFIയുടെ നിരോധനത്തിന് കൃത്യം 1 വർഷമാകുമ്പോൾ തന്നെ, അതായത് 2023 എന്തുകൊണ്ട് ക്ഷേത്ര തന്ത്രിമാർ ഒരു ഭാഗത്തും മറുഭാഗത്തും ഭക്തജനങ്ങളും നേർക്കുനേർ നിൽക്കുന്നു എന്നത് നാം ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. ഗുരുവായൂരിൽ ശങ്കരാചാര്യരുടെ കാലത്ത് ആരംഭിച്ച ഏകാദശി പൂജ വിവാദമായപ്പോൾ തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ ദുർവാസാവ് മഹർഷിയാൽ പ്രതിഷ്ഠിതമായ ക്ഷേത്ര ഉൽപ്പത്തി മുതൽ ആരംഭിച്ച ഉത്സവ ബലി വിവാദമാക്കുകയായിരുന്നു. ഇവ രണ്ടും മാറ്റണമെന്ന് 2 ക്ഷേത്രങ്ങളിലെയും തന്ത്രിമാർ വാദിക്കുന്നു. രണ്ടിടത്തെയും ദേവസ്വം ബോർഡിന്റെ നയങ്ങൾ ശ്രദ്ധാപൂർവം നിങ്ങളൊന്ന് നിരീക്ഷിക്കൂ. കടിഞ്ഞാൺ മറ്റാരുടെയോ കയ്യിലാണ് എന്ന് വ്യക്തമാണ്. വിവാദങ്ങൾ തുടക്കത്തിലെ ഉചിതമായി തന്നെ പരിഹരിക്കാൻ കഴിയുമായിരുന്നു, പക്ഷെ നടന്നില്ല. ക്ഷേത്രങ്ങളെ തകർത്താൽ ഹിന്ദുവിനെ തകർക്കാം എന്ന ഗൂഢാലോചന തന്നെയാണ് ഇതിന് പിന്നിൽ. ക്ഷേത്രങ്ങളെ തകർക്കുവാൻ എളുപ്പമാർഗം തന്ത്രിയെ തകർക്കുക എന്നത് തന്നെയാണ്. ഒരു ഭാഗത്ത് തന്ത്രിയും മറ്റു ചില അനുയായികളും ചില സംഘടനകളും, മറുഭാഗത്ത് ഭക്തജനങ്ങളും മറ്റു ചില സംഘടനകളും. ഹിന്ദുക്കൾ പിന്നെ തമ്മിലടിക്കുകയാണ്. ഗുരുവായൂർ വിവാദങ്ങളിൽ ജിഹാദികളുടെ പങ്ക് ചിലർക്കെങ്കിലും മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോഴത്തെ ഒരു സംഭവങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. മറ്റു സ്ഥലങ്ങളിലെ വിവാദങ്ങളിൽ ജിഹാദികളുടെ പങ്ക് വരും മാസങ്ങളിൽ പുറത്തു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ചിലരുടെ അസാമാന്യമായ സാമ്പത്തിക വളർച്ച ഇതിന്റെ സ്രോതസ് അതിന് കാരണമായേക്കാം. ഇനി 2023 ശക്തി പ്രാപിച്ച പല വിവാദങ്ങളും ക്ഷേത്ര സംബന്ധമായി തന്നെയുള്ളതാണ്. ക്ഷേത്രത്തിൽ ഷർട്ട് അഴിക്കേണ്ട, ആന വേണം വേണ്ട, യേശുദാസിനെ കയറ്റണം കയറ്റേണ്ട തുടങ്ങി ഇങ്ങനെ നീളുകയാണ്.
PFIയെ മാത്രമാണ് നിരോധിക്കുവാൻ സാധിക്കുക. അവരുടെ തന്ത്രങ്ങളെ നിരോധിക്കുക എന്നത് അസാധ്യം തന്നെയാണ്. പക്ഷേ തന്ത്രങ്ങളെ തിരിച്ചറിയുവാൻ സാധിക്കും. ഈ തിരിച്ചറിവ് ഹിന്ദു സംഘടനകൾക്കാണ് ആദ്യം ഉണ്ടാകേണ്ടത്. അതിനാൽ 2026 വരെ ഓരോ ക്ഷേത്രങ്ങളുടെയും നിലവിലെ ആചാരം മാറ്റാൻ ശ്രമിക്കരുത്. എന്തുകൊണ്ട് എന്നാൽ 2026 എന്നത് വളരെ നിർണായകമായ ഒരു വർഷമാണ്. അത് ജിഹാദികൾക്കും സ്വാഭിമാനി ഹിന്ദുക്കൾക്കും.